ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ടോമി, ടോമി, നീ എന്തെടുക്കുക? വിളിച്ചിട്ട് കേൾക്കുന്നുമില്ലല്ലോ. ഇവൻ ഇതെവിടെ പോയി? ടോമി നിൽക്ക്, എവിടേക്കാ നീ പോകുന്നത്? ഇങ്ങ് വന്നേ. അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടും. നീ ഇങ്ങനെ പറയാതെ വീടിന് പുറത്തിറങ്ങി നടന്നാൽ അമ്മയ്ക്ക് നിന്നെ നഷ്ടപ്പെടില്ലടാ. അമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഹലോ, ടോമിയുടെ ടീച്ചർ അല്ലേ? അതെ, ആരാണ്? ഞാൻ ടോമിയുടെ മദറാണ്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടോമിയുടെ വിശേഷങ്ങൾ തന്നെ. ടീച്ചർ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൻ ഇപ്പോഴായിട്ട് തീരെ ശ്രദ്ധയില്ല. ഇടയ്ക്കിടയ്ക്ക് ആരോടും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് കണ്ടതാ. എവിടെയെങ്കിലും ആരും കാണാതെ ഒറ്റപ്പെട്ടു പോയാലോ? പേടിക്കാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ പഠിപ്പിച്ചതല്ലോ അമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരൻസിന്റെ മൊബൈൽ നമ്പർ പഠിച്ചിട്ട് വരണം. എന്തിനാണിത് മനസ്സിലായെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചായി പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടു പോകുമ്പോൾ ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഞാൻ പഠിച്ചേ. ഗുഡ് ഗേൾ. ടോമി, നിനക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒന്നും ഇല്ലേ? എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോ നിന്നെ കിട്ടിയില്ല. ഈ തവണ നിന്നെ ഞാൻ വിടില്ല. ടോമി നിൽക്ക്, ദൂരേക്ക് പോകല്ലേ, അമ്മ വഴക്ക് പറയും. നിൽക്ക്. അയ്യോ ജോമി, അലക്സ്, അയ്യോ ഞാനിത് എവിടെയാ? എനിക്ക് അമ്മയെ കാണണം. എന്ത് പറ്റി? എന്തിനാ മോൻ കരയുന്നത്? എനിക്ക് വഴി തെറ്റി. എന്നെ എന്റെ അമ്മയുടെ അടുത്തെത്തിക്കാമോ പ്ലീസ്? മോന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ? ഇല്ല. അമ്മയുടെയോ അച്ഛന്റെയോ മൊബൈൽ നമ്പർ അറിയാമോ? ഇല്ല. ടീച്ചർ പറഞ്ഞപ്പോ കേട്ടാ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നോട് ക്ഷമിക്കും മമ്മി. ഞാനിനി ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല. ജോമി പാർക്കിലെ സെക്യൂരിറ്റിയുടെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചത് കൊണ്ടാണ് കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അവൾ എന്റെ മൊബൈൽ നമ്പർ കാണാതെ പഠിച്ചത് ഗുണം ചെയ്തു. താങ്ക് യു ജോമി. അല്ല, ആരിത്? ജോമിയോ? വാ വാ, കയറിയിരിക്കും. ഉണ്ടല്ലോ. അലക്സേ, മോനെ അലക്സേ, ഇതാരാ വന്നെന്ന് നോക്കിയേ. വേണ്ട അങ്കിൾ, അവനെ വിളിക്കണ്ട. സത്യത്തിൽ ഞാൻ അവനെ കാണാനല്ല വന്നത്, അങ്കിളിനെ കാണാനാണ്. ആണോ? എന്നാ വാ, വന്ന കാലിരിങ്ങനെ പുറത്തു നിൽക്കാതെ മോൾ അകത്തേക്ക് കയറിയിരിക്കും. എന്താ മോളെ പ്രശ്നം? മുത്തശ്ശൻ അറിയില്ലേ അലക്സിന്റെ വയലിൻ വായനയെ കുറിച്ച്? ഓ, അവൻ വയലിൻ വായനയിൽ മിടുക്കനാണല്ലോ. എന്തു പറ്റി? സ്കൂളിലെ ഇത്തവണത്തെ വയലിൻ കോമ്പറ്റീഷനിൽ അവൻ പങ്കെടുക്കുന്നില്ല പോലും. അതെന്തു പറ്റി? അറിയില്ല അങ്കിൾ. അങ്കിൾ ഒന്ന് അവനോട് സംസാരിക്കണം. അവൻ പങ്കെടുത്താൽ അവന് ഫസ്റ്റ് ഉറപ്പാണ്.
വാ നമുക്ക് ഇപ്പോൾ തന്നെ അവനോട് സംസാരിക്കാം. അലക്സൂട്ടാ, ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ഇത്തവണ വയലിൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലേ? എനിക്കതിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ. നീ ഇതിനു വേണ്ടിയല്ലേടാ ഒരു മാസം മുടങ്ങാതെ വയലിൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്. നന്നായി വായിക്കുന്നുമുണ്ടായിരുന്നല്ലോ. പിന്നെന്ത് പറ്റി? നിന്നേക്കാൾ നന്നായി വായിക്കുന്ന വേറെ ആരും തന്നെ കൂടിയില്ല എന്നാണ് ജോമിയ പറഞ്ഞത്. അതെ അലക്സ്, നീ എന്തായാലും പങ്കെടുക്കണം. നിനക്ക് ഫസ്റ്റ് ഉറപ്പാണ്. എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? താങ്ക് യു അലക്സ്. സത്യമാണ്, ഇവനാണ് അറിയാതെ കാൽവഴുതി കുളത്തിൽ വീണ എന്നെ ഒരു കയറിൽ കരക്കി പിടിച്ച് കയറ്റിയത്. രണ്ടാളും കണക്കാ. ചക്കിക്കൊത്ത ചങ്കരന്മാർ. ഒരു ബക്കറ്റ് വെള്ളം മര്യാദയ്ക്ക് പൊക്കാൻ പറ്റാത്ത ടോമിയാണ് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് കയറി വലിച്ച് കരക്കി കയറ്റിയെന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മക്കളെ. നിങ്ങൾ എന്താണ് ടോമി പറയുന്നത് വിശ്വസിക്കാത്തത്? മുങ്ങിത്താന്നു പോയ തന്റെ കൂട്ടുകാരനെ രക്ഷിച്ച ടോമിയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അങ്കിളും ഇവരുടെ നുണക്കഥ വിശ്വസിച്ചോ? അവർ പറഞ്ഞത് എവിടെയാണ് നുണ? ടോമിക്ക് എങ്ങനെയാണ് മുന്തിരിക്കുട്ടനെ രക്ഷിക്കാനുള്ള ശക്തി കിട്ടിയത് എന്നല്ലേ നിങ്ങളുടെ സംശയം? ആ സമയം നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ടോമിക്ക് സഹായത്തിനായി ആരെയെങ്കിലും കിട്ടിയിരുന്നോ? ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. യെസ്, അതുകൊണ്ട് തന്നെ അവന് മാത്രമേ മുന്തിരിക്കുട്ടനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു ബോധം അവന് വന്നു. അവൻ അത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അവൻ അവനിൽ തന്നെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. നമ്മൾ നമ്മളെയാണ് എന്ത് കാര്യത്തിലും ആദ്യം വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ടോമി നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സോറി ടോമി, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിയില്ല. നീ ഒരു ഹീറോ തന്നെ. യെസ്, സൂപ്പർ ഹീറോ ടോമി.